തിരുവനന്തപുരത്തെ കൃത്രിമ കുടിവെള്ള പ്രശ്നം ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാൻ മാത്രമാണ്. കാരണം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നഗരസഭ ചെയ്തു കഴിഞ്ഞു. ബന്ധപ്പെട്ട എല്ലാ വാർഡുകളും ശുദ്ധീകരിച്ചു. പൊങ്കാല പരിധിയിലെ 29 റോഡുകളുടെ ടാറിംഗ് പണി 1 മാസം മുമ്പേ പൂർത്തിയാക്കി. കൂടാതെ മാർച്ചിൽ തീരുന്ന ഫണ്ട് ഉപയോഗിച്ചുള്ള ജോലികളും വെറും 1.5 മാസം പ്രായമുള്ള നഗരസഭാ ഭരണസമിതി പൂർത്തിയാക്കി കഴിഞ്ഞു. നഗരത്തിൽ കഴിഞ്ഞ 10 ദിവസം കുടിവെള്ള വിതരണം ചെയ്യുന്നതിൽ ബോധപൂർവമായ വീഴ്ച ഉണ്ട് എന്നാണ് മേയർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വെള്ളയമ്പലം ഫിൽറ്റർ ഹൗസിലെ വാൾവ് നിയന്ത്രണത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് കരുതി കൂട്ടി ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 1, അമൃത് 2 പദ്ധതികളുടെ തിരുവനന്തപുരം നഗരപരിധിയിലെ എല്ലാ വീടുകളിലും കുടിവെള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും അരുവിക്കരയിൽ 75 MLD വാട്ടർ ട്രീറ്റ്മെന്റ് സ്ഥാപിക്കാനും പൈപ്പുകളുടെ വ്യാസം കൂട്ടാനും 600-ൽ പരം കോടി രൂപയുടെ പദ്ധതികളാണ് നഗരത്തിൽ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അതായത് 50 വാർഡുകളാൽ 100% കുടിവെള്ളം നൽകാൻ 14.58 കോടിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. കൂട്ടിച്ചേർത്ത മറ്റു വാർഡുകളിൽ വെള്ളം നൽകാൻ 97.51 കോടിയും കേന്ദ്രം നൽകി. പെറുകട മൺവിള ട്രാൻസ്മിഷൻ പൈപ്പിന് 65.45 കോടിയും ചന്തവിള കാട്ടായിക്കോണം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് 29.46 കോടിയും കുടിവെള്ളം കണക്ഷൻ നൽകാൻ 273 കോടിയും അങ്ങനെ 600 കോടിയാണ് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് അന്ന് CPM ഭരിച്ചിരുന്നപ്പോൾ നൽകിയത്. എന്നാൽ ഇതിലെല്ലാം കൂടി വെള്ളം എത്തിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിനാണ്. BJP മേയറും ഭരണസമിതിയും അധികാരത്തിൽ വന്ന ഉടൻ നഗരത്തിൽ പൈപ്പുകളിൽ നിന്ന് വെള്ളം വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും BJP കൗൺസിലർമാരുള്ള വാർഡുകളിൽ ക്ഷേത്ര ഉത്സവങ്ങൾ കലക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശമെന്ന് കരുതേണ്ടി വരുന്നു. നഗരത്തിൽ പൂർണ്ണമായി നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ദിവസം സംസ്ഥാന സർക്കാർ ഇത് തന്നെ ചെയ്യുമെന്ന ഭയം നഗരത്തിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഭയം അതിനെ ഒരു തടയാൻ അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി BJP കൗൺസിലർമാർ ഇപ്പോൾ തന്നെ ടാങ്കറുകളെല്ലാം തന്നെ വെള്ളം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഒരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം പോലും ഇല്ല എന്ന ദുഷ്പ്രചാരണവും നടത്തി ദൂരദേശങ്ങളിൽ നിന്ന് പൊങ്കാലയ്ക്ക് വരുന്നവരെ ഭീതിപ്പെടുത്തി തടയുക എന്ന ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായി CPM സർക്കാരും ഇടത് യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ വെച്ച് ഒരു അട്ടിമറിയാണ് ഇപ്പോൾ നടത്തുന്നത്. നഗരത്തിൽ പെട്ടെന്ന് പൊങ്കാല കാലത്ത് അരങ്ങേറിയ കുടിവെള്ള പ്രശ്നം ഇതിനു മുമ്പ് പ്രഷർ കൂട്ടി പൊങ്കാല സമയത്ത് പൈപ്പ് പൊട്ടിച്ച് ജലക്ഷാമം വരുത്തിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ പൈപ്പിൽ ഓവർ പ്രഷർ കൂട്ടിച്ച് ഓരോ സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടിച്ചുകൊണ്ട് കുടിവെള്ളത്തെ അതായത് ആറ്റുകാൽ പൊങ്കാലയെ തകർത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് CPM എത്തിച്ചിട്ടുണ്ട്. അത് എല്ലാ കാലത്തും CPM ഭരിക്കാൻ തുടങ്ങിയപ്പോഴും അതായത് കേരളം ഭരിക്കാൻ തുടങ്ങിയപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ തുടങ്ങിയപ്പോഴും ആറ്റുകാൽ പൊങ്കാല അലങ്കോലമാക്കുക, തടസ്സപ്പെടുത്തുക ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ DYFIക്കാരും SFIയും കൂടെ ചേർന്ന് അല്ലെങ്കിൽ CPMലെ സഖാക്കന്മാർ ചേർന്നുകൊണ്ട് ഒരു അടിയൊക്കെ ഉണ്ടാക്കി ഒരു വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അത് ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതാണ് പണ്ട് മുതൽ തന്നെ CPM ചെയ്തു വരുന്നത്. നിലവിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ BJP കൗൺസിലർമാർ ഇപ്പോൾ 170ഓളം ടാങ്കറുകളിൽ ഏകദേശം 200 ടാങ്കറുകളിൽ കുടിവെള്ളം ഓരോ വാർഡുകളിലുമായി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എപ്പോഴാണോ വെള്ളത്തിൽ ദൗർലഭ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൈപ്പിൽ എപ്പോഴാണോ വെള്ളം ഇല്ലാതെ വരുന്നത് ആ സമയത്ത് ടാങ്കറുകൾ നേരെ പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ ടാങ്കറുകളെല്ലാം തന്നെ ടാങ്കുകളിൽ വെള്ളം അടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ വെള്ളം നിറയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 5000-ൽ പരം സേവാഭാരതി പ്രവർത്തകരെയാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്കായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. അവർ കൃത്യമായി തന്നെ വെള്ളങ്ങൾ നിറച്ചുകൊണ്ട് പൊങ്കാല സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP നേതാക്കളും മേയറും ഡെപ്യൂട്ടി മേയറും പറഞ്ഞിരിക്കുന്നത്.